നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വിസ്പർ തിയറിയാണ്. ആപ്ലിക്കേഷൻ ഓഫ് വിസ്പർ തിയറി നോക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ജോമെട്രിയും ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വിസ്പർ തിയറി പറയാൻ പറ്റുള്ളൂ. അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബോണ്ട് പെയറും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലൂയിസ് സ്ട്രക്ചർ, വാട്ടറിൻ്റെ ലൂയിസ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടറിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കെമിക്കൽ ബോണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ ബോണ്ട്, ഇപ്പോൾ ഇത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇതെന്ത് ചെയ്യുന്നില്ല, ഒരു കെമിക്കൽ ബോണ്ടിങ്ങും നടത്തുന്നില്ല. അതിന് പറയുന്ന പേരാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ്റെ ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നില്ല, കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ ലോൺ പെയർ എന്നും, അതുപോലെ ഹൈഡ്രജനുമായിട്ടുള്ള കെമിക്കൽ ബോണ്ട് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ പെയറിന് നമ്മൾ പറയുന്ന പേരാണ് ബോണ്ട് പെയർ എന്നും. ബോണ്ട് പെയർ, the pair of electron which participate in chemical bond formation is called bond pair, and the pair of electron which don't participate in chemical bond formation is called lone pair. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ എന്താ ഓർമ്മ വരണം, ഒരു ബോണ്ട് പെയർ എന്നും പറഞ്ഞാൽ ലോൺ പെയറും ഉണ്ട് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ വാട്ടറിന് എത്ര ലോൺ പെയറും ബോണ്ട് പെയറും ഉണ്ട്? 1, 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പോൾ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ബോണ്ട് പെയർ എന്ന് പറയുന്നത് 2 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ, ബോണ്ട് പെയറും ലോൺ പെയറും എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ജോമെട്രിയും ഷേപ്പും എന്താണെന്ന് പഠിക്കാം. ജോമെട്രി, ഷേപ്പ്, അത് രണ്ടും വ്യത്യാസമുള്ളതുണ്ട്. ഷേപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിറ്റർമിൻ ഓൺലി ബൈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് പെയറിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ, ലോൺ പെയർ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തില്ലേ, വാട്ടറിൽ എന്താണ് ഇവിടെ ബോണ്ട് പെയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, നമുക്കിത് ലൂസ് സ്ട്രക്ചർ ഈ ലോൺ പെയർ ഒന്ന് ഹൈഡ് ചെയ്ത് പിടിക്കാം. ഹൈഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്തായിട്ടാണ് തോന്നുന്നത്, ഷേപ്പ് ബെൻഡ് ഷേപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഷേപ്പ് എന്ന് പറയുന്നത്, ബെൻഡ് ഷേപ്പാണ്. വാട്ടറിൻ്റെ ബെൻഡ് ഷേപ്പാണ്. അപ്പോൾ ഇനി ജോമെട്രിയിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. എന്താ പറയുന്നത്, ജോമെട്രിയിൽ ഡിറ്റർമിൻ ബൈ ബോത്ത് ദ ബോണ്ട് പെയർ ആൻഡ് ദ ലോൺ ഓഫ് പെയർ ആണ്. ലോൺ ഓഫ് ഇലക്ട്രോൺസ് ആണ്. രണ്ടും നോക്കുന്നുണ്ട് അല്ലേ, രണ്ടും നോക്കുന്നുണ്ട്. ലോൺ പെയറും ബോണ്ട് പെയറും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ കൺസിഡർ ചെയ്ത് നോക്കിയേ, വാട്ടർ ഇങ്ങനെയല്ലേ, ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലേ. ലൂയിസ് സ്ട്രക്ചർ നമ്മൾ ഹൈഡ്രജൻ്റെ ഇവിടെ ബോണ്ട് ചെയ്തു, ഇതാണ് ബോണ്ട് പെയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ത് സ്ട്രക്ചറായിട്ടാണ്, നമുക്ക് ടെട്രാഹീഡ്രലാണ്. ജോമെട്രി എന്താ കിട്ടും, നമുക്ക് ടെട്രാഹീഡ്രൽ ഷേപ്പ് കിട്ടും. പക്ഷേ ഷേപ്പ് എന്താണ്, വാട്ടറിൻ്റെ ഷേപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, ബെൻഡാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. അപ്പം നമുക്കിനി മെയിൻ പോയിൻറ്റ്സ് ഓഫ് വിസ്പർ തിയറി എന്താ നോക്കാം. അപ്പോൾ വിസ്പറിൻ്റെ ഫുൾ ഫോം എന്താണ്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ എന്നാണ് അതിൻ്റെ ഫുൾ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ, VSEPR തിയറി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റത്തെ ഇത് നോക്കാം, എന്താ പോയിൻ്റ് നോക്കാം. അപ്പോൾ എന്താണ്, ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. ഇലക്ട്രോൺ പെയർ repel each other and tends to stay away. ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ അതെന്താ, നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് എന്ത് ചെയ്യും, റിപ്പൽ ഈച്ച് അതർ ആൻഡ് ടെൻസ് ടു സ്റ്റേ എവേ. ഇപ്പം നമ്മൾ 2 ബോണ്ട് പെയർ എടുത്തു എന്ന് വിചാരിക്കും. ഇത് രണ്ടും ബോണ്ട് പെയേഴ്സാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, ഇത് രണ്ടും ബോണ്ട് പെയറാണ്. ബോണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്തു പോകുന്നു, റിപ്പൽ ഈച്ച് അതർ. അതുപോലെ തന്നെയാണ് ലോൺ പെയറും ഇതുപോലെ തന്നെയാണ്. ലോൺ പെയർ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും തിരിച്ച്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ ലോൺ പെയർ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, different electron pairs have different type of repulsion. ഡിഫറെൻ്റ് ഇലക്ട്രോൺ പെയേഴ്സിന് എന്താണ്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റിപ്പൽഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. ലോൺ പെയറും തമ്മിലുള്ള, അപ്പോൾ ഇതിൽ ലോൺ പെയറും അതുപോലെ ലോൺ പെയറും ബോണ്ട് പെയറും അതുപോലെ തന്നെ ബോണ്ട് പെയറും ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവുന്നത് ലോൺ പെയറിനായിരിക്കും.
പിന്നെ ലോൺ പെയറിനും ബോണ്ട് പെയറിനായിരിക്കും ബോണ്ട് പെയറിനേക്കാളും റിപ്പൽഷൻ കൂടുതലുള്ളത്. അപ്പോൾ ലോൺ പെയറിന് കൂടുതൽ റിപ്പൽഷൻ, അതിനേക്കാളും കുറവ് ബോണ്ടിന് അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയറിന്. അപ്പോൾ ഡിഫറെൻറ്റ് ഇലക്ട്രോൺ പെയർസിന് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പൽഷൻ ആണുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ പെയർ എന്തായാലും റിപ്പൽ ഈച്ച് അതർ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിപ്പൽഷൻ ആണ് ഉണ്ടാവുന്നത്. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്, ജോമെട്രി ആൻഡ് ഷേപ്പ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. അത് നമുക്കറിയാം, ജോമെട്രിയും ഷേപ്പും എന്താണ് ബോണ്ട് പെയറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ ലോൺ പെയറും കൂടിയാണ്. എന്താ ഷേപ്പിൽ ബോണ്ട് പെയർ മാത്രമാണ് നോക്കുന്നുള്ളൂ, ജോമെട്രിയിൽ എന്താണ് ലോൺ പെയറും ബോണ്ട് പെയറിൻ്റെയും കൂടി നോക്കിയിട്ടാണ് അതിൻ്റെ ജോമെട്രി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. നമുക്ക് നാലാമത്തതാണ് ഇപ്പോൾ ലോൺ പെയർ എന്ന് പറയുന്നത്. ഇഫ് ലോൺ പെയർ ഈസ് 0, ലോൺ പെയർ എന്ന് പറയുന്നത് 0 ആയാൽ, 0 ആയിക്കഴിഞ്ഞാൽ ജോമെട്രിയും എന്താണ് ഷേപ്പും ഈക്വലും ആയിരിക്കും. കാരണം ഷേപ്പിൽ ബോണ്ട് പെയർ മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ ജോമെട്രിയിൽ ലോൺ പെയറും ബോണ്ട് പെയറും ഉണ്ട്, ലോണും ബോണ്ടും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 0 ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് ലോൺ പെയറും അല്ല, ലോൺ പെയർ 0 ആയിക്കഴിഞ്ഞാൽ എന്താണ് ബോണ്ട് പെയർ മാത്രമല്ലേ ഉള്ളൂ, ബോണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോമെട്രി ഷേപ്പും ഈക്വൽ ആയില്ലേ. ഇനി അപ്പോൾ നമുക്ക് ലോൺ പെയർ 0 അല്ലെങ്കിലോ, ലോൺ പെയർ 0 അല്ലെങ്കിൽ എന്താണ്, ഇസ് നോട്ട് 0 അല്ലെങ്കിൽ എന്താണ് ജോമെട്രിയും അതുപോലെ ഷേപ്പും എന്തല്ല, ഈക്വൽ അല്ല. അത് നമ്മളിപ്പോൾ വാട്ടറിൻ്റെ കേസിൽ കണ്ടതല്ലേ. വാട്ടറിൻ്റെ കേസിൽ ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹീഡ്രലും അതുപോലെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് ബെൻഡ് ഷേപ്പുമാണ് അല്ലേ. അപ്പോൾ ലോൺ പെയർ 0 ആയിക്കഴിഞ്ഞാൽ ജോമെട്രിയും ഷേപ്പും ഈക്വൽ അല്ല, ലോൺ പെയർ 0 ആയാൽ ജോമെട്രിയും ഷേപ്പും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ PSC എക്സാമിന് എന്തൊക്കെ ചോദിക്കാം, ബോണ്ട് പെയർ എന്താണെന്ന് ചോദിക്കാം അല്ലേ, നമ്മളോട് ബോണ്ട് പെയർ എന്താണെന്ന് ചോദിക്കാം, അതുപോലെ ലോൺ പെയർ എന്താണെന്ന് ചോദിക്കാം, പിന്നെ എന്താ ജോമെട്രി ചോദിക്കാം, വിസ്പർ തിയറീൻ്റെ കേസിലാട്ടോ പറയുന്നത്, അതുപോലെ ഷേപ്പ് ചോദിക്കാം, പിന്നെന്ത് ചോദിക്കാം, ഹൈബ്രിഡൈസേഷൻ ചോദിക്കാം അല്ലേ, ഹൈബ്രിഡൈസേഷൻ ചോദിക്കാം, പിന്നെന്തും ചോദിക്കാം, ബോണ്ടിൻ്റെ ആംഗിൾ ചോദിക്കാം അല്ലേ. ഇത്രയും നമുക്ക് വിസ്പർ തിയറിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ബോണ്ട് പെയറും ലോൺ പെയറും ജോമെട്രിയും ഷേപ്പ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ഹൈബ്രിഡൈസേഷനും ബോണ്ട് ആംഗിളും നമ്മളോട് ചോദിക്കാം എക്സാമിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. അതിൽ ആദ്യത്തെ കേസ് 2 ആറ്റം ഓൺ എ സെൻട്രൽ ആറ്റമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഇതൊരു ലീനിയർ ജോമെട്രിയാണ് കേട്ടോ, ലീനിയർ ജോമെട്രിയാണ്. 2 atoms ഓൺ എ സെൻട്രൽ ആറ്റം. അതിന് എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 atom, പിന്നെ അതുപോലെ ഇത് SP ഹൈബ്രിഡൈസേഷൻ ആണ്, ലീനിയർ ജോമെട്രി ആയതുകൊണ്ട് SP ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ബെറീലിയം ക്ലോറൈഡ് എടുക്കാം. ബെറീലിയം ക്ലോറൈഡ് എങ്ങനെയാണ്, BeCl ഇങ്ങനെയല്ലേ ബോണ്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് പെയർ എത്രയാണ്, ബോണ്ട് പെയർ ഇവിടെയും 2 എണ്ണമായിട്ടും ഇവിടെ 2 എണ്ണമായിട്ടും അല്ല, ഓരോരോ പെയറായിട്ട്. ബോണ്ട് പെയർ എന്ന് പറയുന്നത് ബെറീലിയത്തിൽ 2 ആണ്. അപ്പോൾ ലോൺ പെയറോ, ഇവിടെ ലോൺ പെയർ ഉണ്ടോ, ഇല്ല. അപ്പോൾ ലോൺ പെയർ 0. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞു ലോൺ പെയർ 0 ആകുമ്പോൾ എന്താണ് ജോമെട്രിയും ഷേപ്പും എന്താണ് ഈക്വൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. ജോമെട്രിയുടെ എന്താണ് വരിക, ഇങ്ങനെയല്ലേ, ലീനിയർ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ് എന്താണ്, ലീനിയറാണ്, ലീനിയർ ഷേപ്പാണ്. അപ്പോൾ ഷേപ്പും ലീനിയറാണ്, ഷേപ്പ് എന്താണ് ലീനിയറാണ്. രണ്ടും സെയിം അല്ലേ, ജോമെട്രിയും ഇതും സെയിം ആണ് അല്ലേ. അപ്പോൾ ബെറീലിയത്തിന് എത്ര ബോണ്ട് ഉണ്ട്, 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ്, 2 ബോണ്ട് ആകുമ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ്, ഹൈബ്രിഡൈസേഷൻ എന്താണ്, SP ആണ്, SP ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ഇതിൻ്റെ ആംഗിൾ, എന്തിൻ്റെ ആംഗിൾ, ബോണ്ട് ആംഗിൾ എത്രയാണ്, ബോണ്ട് ആംഗിൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആണ്. മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും കാണേണ്ടത്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒന്ന് നോക്കാം, CO2 നോക്കാം എങ്ങനെയെന്ന് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ, ഡബിൾ ബോണ്ടാണല്ലേ, ഇവിടെ ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട്, ഇവിടെ എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ.
അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ ഇതിന് ബോണ്ട് പെയർ എത്ര ഉണ്ട്? ബോണ്ട് പെയർ നോക്കിയേ, ബോണ്ട് പെയർ ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 1 2 3 4 ബോണ്ട് പെയർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി ലോൺ പെയർ ആണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക അല്ലേ? ലോൺ പെയർ എന്താ കൺഫ്യൂഷൻ വരുന്നത്? കാരണം നമുക്ക് ഇവിടെ ലോൺ പെയർ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് സെൻട്രൽ ആറ്റത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സെൻട്രൽ ആറ്റത്തിന് എന്തെങ്കിലും ലോൺ പെയറുകളുണ്ടോ? ഇവിടെ ഇല്ല. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ലോൺ പെയർ എന്ന് പറയുന്നത്? 0 ആയിരിക്കും. ഇവിടെ ഉള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ലോൺ പെയർ സെൻട്രൽ ആറ്റം, ലോൺ പെയർ ഇതാണ് സെൻട്രൽ ആറ്റത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ബോണ്ട് പെയർ 4ഉം അതുപോലെ ലോൺ പെയർ എത്രയാണ്? 0 ആണ്. അങ്ങനെയാവുമ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കലും എന്താണ്? ജോമെട്രി ദാറ്റ് ഈസ് ഈക്വൽ ടു ഷേപ്പ് ആണ്. അപ്പോൾ ജോമെട്രി എത്ര കിട്ടുക? ജോമെട്രി എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ലീനിയർ ഷേപ്പ് തന്നെയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലീനിയർ. ഇനി ഷേപ്പ് എന്താണ് കിട്ടുക? ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ സിംഗിൾ ബോണ്ടാണെങ്കിൽ ഒരു പെയറാണ് ഉണ്ടാവുള്ളൂ. ഡബിൾ ആണെങ്കിൽ എത്രയാണ്? ഡബിൾ ബോണ്ടാണെങ്കിൽ 2 പെയർ ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ 2 പേർ, ഇവിടെ 2 പേർ. അപ്പോൾ അതുകൊണ്ടാണ് 4 എന്ന് കിട്ടിയത് കേട്ടോ. ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP തന്നെയാണ് അല്ലേ? SP ആണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി അല്ലേ? കണ്ടോ? ഇങ്ങനെയല്ലേ ഇതിരിക്കുന്നത്? അപ്പോൾ ഇത് 180 ഡിഗ്രി. അത് ബെറിലിയം ക്ലോറൈഡ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബോണ്ട് പെയർ എന്ന് പറയുന്നത് 4 ആണെന്ന് മാത്രം. ബാക്കിയെല്ലാം ഇതും സെയിം തന്നെയാണ് അല്ലേ? SP ഹൈബ്രിഡൈസേഷൻ ആണ്. അതുപോലെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. അപ്പോൾ എന്താണ്? 3 ആറ്റംസ് ഓൺ എ സെൻട്രൽ ആറ്റം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ ജോമെട്രി എന്ന് പറയുന്നത് 3 ആറ്റംസ് ഓൺ എ സെൻട്രൽ ആറ്റം ആണെങ്കിൽ അത് ട്രൈഗോണൽ പ്ലാനാർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ SP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് BF3 എന്ന് കാണാം. BF3. അപ്പോൾ BF3യുടെ ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇവിടെ F ആട്ടോ. BF3യുടെ ലൂയിസ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ BF3യുടെ ലൂയിസ് സ്ട്രക്ചർ കണ്ടു. ഇനി നമുക്ക് എന്തെഴുതണം? ഇതിൻ്റെ ബോണ്ട് പെയർ എത്രയാണ്? ബോണ്ട് പെയർ എന്ന് പറയുന്നത് ബോണ്ട് പെയർ 3 ആണ് അല്ലേ? അതുപോലെ ലോൺ പെയർ എത്രയാണ്? ഇവിടെ ലോൺ പെയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ ജോമെട്രി ദാറ്റ് ഈസ് ഈക്വൽ ടു ഷേപ്പ് ആയിരിക്കും. അതുപോലെ ജോമെട്രി നമുക്കിവിടെ എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? ഇങ്ങനെയല്ലേ ഷേപ്പ്? ഇതല്ലേ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്? ട്രൈഗണൽ ഷേപ്പാണ്. അതുപോലെ ഷേപ്പും എന്താണ്? ട്രൈഗണലാണ്. ഇത് ഈസി ആയിട്ടല്ലേ നമുക്ക് തോന്നുന്നത്? ഈസി അല്ലേ? പിന്നെന്താണ് ഹൈബ്രിഡൈസേഷൻ? എന്താണ് ഹൈബ്രിഡൈസേഷൻ? SP ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ ആംഗിൾ നോക്കിയാൽ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? ബോണ്ട് ആംഗിൾ എത്രയാണ്? അപ്പോൾ ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്? കണ്ടോ? ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്? അപ്പോൾ 120 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് BF3യിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഒരെണ്ണം നോക്കാം. SO2 ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ലൂയിസ് സ്ട്രക്ചർ. Sന് 2 ഒരു ലോൺ പെയർ ഉണ്ട്. അതുപോലെ തന്നെ 4 ബോണ്ട് പെയർ ഉണ്ട് അല്ലേ? അപ്പോൾ ബോണ്ട് പെയർ എത്ര ഉണ്ട് നോക്കിയേ? ബോണ്ട് പെയർ 4. ലോൺ പെയർ എത്ര ഉണ്ട്? ലോൺ പെയർ 1. അങ്ങനെയാണെങ്കിൽ ജോമെട്രിയും ഷേപ്പും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ജോമെട്രി എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പാണ്? ജോമെട്രിയിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ബോണ്ട് പെയറും ലോൺ പെയറും എല്ലാം കൺസിഡർ ചെയ്യണം അല്ലേ? ജോമെട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ? അതുപോലെ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ട്രൈഗണൽ തന്നെയാണ്. ട്രൈഗണൽ ഷേപ്പാണ്.
ഇനി ഇതിൻ്റെ ട്രൈഗണലാണ്. അതുപോലെ ഷേപ്പ് എന്താണ്? ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ബോണ്ട് പെയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലേ? ബോണ്ട് പെയർ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പ് അല്ലേ? ബെൻഡ് ഷേപ്പാണ്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ്? സോ ഇവിടെ SP2 ആയിരുന്നേ, അത് മറന്നു പറയാൻ. SP2 ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ അത് ഷേപ്പ് എന്താണ്? ബെൻഡാണ്, ബെൻഡ് ഷേപ്പാണ്. ഇത് മനസ്സിലായില്ലേ? ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് മാത്രം എടുക്കാനുള്ള കാരണം എന്താ? ലോൺ പെയർ ഇവിടെ ഇല്ല, ഷേപ്പിൽ ലോൺ പെയർ ഇല്ല. അപ്പോൾ ഇത് ഹൈഡ് ചെയ്യണം. ഇത് ഹൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ആകെ ഓക്സിജൻ ഇങ്ങനെ മാത്രമുള്ളൂ. അതാണ് ബെൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP2 ആണ്, SP2 തന്നെയാണ്. പിന്നെന്താണ്? ബോണ്ട് ആംഗിളിന് നമുക്കിതിന് ബോണ്ട് ആംഗിളിന് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു മെയിൻ പോയിൻ്റ് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിൽ ഡിഫറെൻറ്റ് ഇലക്ട്രോൺ പെയർസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പൽഷൻ ആണുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടെങ്കിൽ റിപ്പൽ ചെയ്യുന്നത് പലതിനും പലതുപോലെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇതുപോലെ ബോണ്ട് പെയർ ഉണ്ട്. ലോൺ പെയറും ബോണ്ട് പെയറും റിപ്പൽ ചെയ്യുന്ന പോലെയാണോ? ബോണ്ട് പെയറും റിപ്പൽ ചെയ്യുന്നത് അല്ല. ഇവിടെ റിപ്പൽ ചെയ്യുന്നത് കുറവായിരിക്കും. ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ എന്ന് പറയുന്നത് ഇവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇവരുടെ തമ്മിലുള്ള റിപ്പൽഷൻ എന്താണ്? കൂടുതലായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? താഴോട്ട് റിപ്പൽ ചെയ്യും, കൂടുതൽ റിപ്പൽ ചെയ്യും. ഇവരെക്കാളും കൂടുതൽ റിപ്പൽ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പൽഷൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ത് പറ്റും? ഇവിടുത്തെ ഡിഗ്രി ഇങ്ങനെ കുറയും. അപ്പോൾ ഇതിവിടെ കുറയാനുള്ള കാരണം എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിപ്പൽഷൻ ഇങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ കുറയുന്നു. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ് ട്രൈഗോണലിന്. പക്ഷേ ഇവിടുത്തെ 160 ഡിഗ്രി ആയിരിക്കും. അത് എന്താ കാരണം? ഇവരിങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നത് കുറയ്ക്കുന്നത് കാരണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? ലോണും ബോണ്ടും തമ്മിലുള്ള റിപ്പൽഷനെ കൂടുതലായിരിക്കും ബോണ്ടും തമ്മിലുള്ള റിപ്പൽഷനേക്കാളും. അപ്പോൾ ബോണ്ടും എന്ന് പറഞ്ഞ റിപ്പൽഷനെ ഇവരിങ്ങോട്ട് പുഷ് ചെയ്യും അല്ലേ? ഇത് റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് റിപ്പൽ ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് താഴോട്ട് പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയിൽ നിന്ന് 160 ഡിഗ്രി ആയിട്ട് മാറുന്നത്. ഈ ട്രൈഗോണലിന് 120 ഡിഗ്രിയാണ്, പക്ഷേ ഇതിങ്ങനെ നീങ്ങുന്നത് കാരണമാണ് അതെന്ത് 116 ഡിഗ്രി ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്തൊക്കെ ബോണ്ട് പെയറും ലോൺ പെയറും കാരണമാണ് ബോണ്ട് ആംഗിളിൽ ഇങ്ങനെ ചേഞ്ച് വന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ബോണ്ട് ആംഗിളിന് ചേഞ്ച് വരുത്തിയത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 4 ആറ്റം ഓൺ എ സെൻട്രൽ ആറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹീഡ്രലായിരിക്കും. അതുപോലെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP3 4 ആറ്റമാണുള്ളത് അല്ലേ? SP3 ഹൈബ്രിഡൈസേഷൻ. 2 ആണെങ്കിൽ SP, 2 ആണെങ്കിൽ 3 ആണെങ്കിൽ SP2, 4 ആണെങ്കിൽ SP3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീഥെയിൻ എടുക്കാം. CH4 എടുക്കാം. CH4 ആണെങ്കിൽ ഇങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബോണ്ട് പെയർ എത്രയാണ്? ബോണ്ട് പെയർ എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ടാവില്ലേ? ഇതിന് കൂടെ തന്നെ എഴുതി പോയിക്കോ. അപ്പോൾ നമുക്ക് പിന്നെ എക്സാമിനെ ഓടിച്ച് നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണ്, പിന്നെയും ഇത് കണ്ട് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് കുറേ സമയം നഷ്ടപ്പെടും. അപ്പോൾ ബോണ്ട് പെയർ 4, ലോൺ പെയർ ഇവിടെ എത്രയാണ്? 0 ആണ്. അപ്പോൾ ജോമെട്രിയും ഷേപ്പും ഈക്വൽ ആകുമ്പോൾ ജോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഷേപ്പ്? നോക്കിയേ, നടുക്ക് ഇങ്ങനെയല്ലേ ഷേപ്പ് അല്ലേ? ഷേപ്പ് ആകുമ്പോൾ ടെട്രാഹീഡ്രലാണ്. ടെട്രാഹീഡ്രൽ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ത് തന്നെയാണ്? ടെട്രാഹീഡ്രലാണ്. അതുപോലെ SP3 ഹൈബ്രിഡൈസേഷനാണ്. ബോണ്ട് ആംഗിൾ എന്താണ്? ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. 109.5 ഡിഗ്രിയാണ് CH4ൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് NH3 ഒന്ന് കൺസിഡർ ചെയ്യാം. അമോണിയ അല്ലേ? NH3 എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയല്ലേ NH3? ഇതിപ്പോൾ ഒന്ന് മാറിപ്പോട്ടെ, ഞാൻ വരച്ചത് ഇങ്ങനെ വരയ്ക്കട്ടെ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. NH3. അപ്പോൾ ഇതിന് ബോണ്ട് പെയർ എത്ര ഉണ്ട്? ബോണ്ട് പെയർ 3. ലോൺ പെയർ എത്ര ഉണ്ട്? 1. അപ്പോൾ ജോമെട്രിയും ഷേപ്പും ഈക്വലാണോ? അല്ല. അപ്പോൾ ജോമെട്രി എന്താണ്? ജോമെട്രിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ബോണ്ട് പെയറും ലോൺ പെയറും കൺസിഡർ ചെയ്യുമ്പോൾ അതേത് ഷേപ്പിലാണ്? കണ്ടോ?
ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ടെട്രാഹീഡ്രൽ തന്നെയല്ലേ, ടെട്രാഹീഡ്രലാണ്. ഷേപ്പ് എന്താണ്? ഷേപ്പിൽ ബോണ്ട് പെയർ മാത്രം ഉള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എന്താ? ഇതിൻ്റെ ഷേപ്പ് എന്താ? പിരമിഡൽ ഷേപ്പ് അല്ലേ, പിരമിഡൽ ഷേപ്പാണ്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷനാണ്. ഇനി വരുന്നതാണ് നമുക്ക് കുറച്ച് ഡൗട്ട്. ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? ബോണ്ട് ആംഗിൾ 109.5 ആയിരുന്നു CH4-ന്. ബോണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ എന്തെങ്കിലും റിപ്പൽ ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇവിടെ കൂടുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്ത് ചെയ്യും? കുറയുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ ഒന്നുകൂടി കുറയും അല്ലേ. അപ്പോൾ 1.9 ഡിഗ്രിയിൽ നിന്ന് 107 ഡിഗ്രിയിലേക്ക് കുറയ്ക്കും. ആരാണിത് കുറയ്ക്കുന്നത്? ലോൺ പെയറാണ് ഇവരുടെ റിപ്പൽഷൻ ഇങ്ങനെ പുഷ് ചെയ്ത് കുറച്ച് ഇതിൻ്റെ ആംഗിൾ കുറയ്ക്കുന്നത്. അപ്പോൾ 107 ഡിഗ്രി ആയിട്ട് മാറും. അതാണ് NH3 ഉള്ളത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ടറിൻ്റെ കൺസിഡർ ചെയ്യാം. വാട്ടർ നമുക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കും. ഒന്നുകൂടി നോക്കാം. ഓക്സിജൻ ഇവിടെ 2 എണ്ണം, ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇതിൽ ബോണ്ട് പെയർ എത്ര എണ്ണം ഉണ്ട്? വേഗം പറഞ്ഞോ. ബോണ്ട് പെയർ എത്ര എണ്ണം ഉണ്ട്? 2 ആണല്ലേ. ലോൺ പെയർ എത്ര എണ്ണം ഉണ്ട്? 2. ജോമെട്രി ഷേപ്പ് എന്താണ്? ജോമെട്രി ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്ത് കൺസിഡർ ചെയ്യണം? എല്ലാം കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താ? ഇങ്ങനെ ഇവിടെ വരണം, ഇവിടെ വരണം അല്ലേ. അപ്പോൾ ടെട്രാഹീഡ്രലാണ്. ലോൺ പെയറും ബോണ്ട് പെയറും ഉള്ളതുകൊണ്ട് എസും ജിയും ഷേപ്പും ജോമെട്രിയും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഷേപ്പ് എന്താണെന്ന് നോക്കിയേ. ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡാണ്. ഓക്കെ, ഇതെന്ത് ഹൈബ്രിഡൈസേഷനാണ്? ഹൈബ്രിഡൈസേഷൻ 4 ആറ്റം ഉണ്ട്, അതുകൊണ്ട് sp3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്താണ്? ഇവിടെ 2 ലോൺ പെയറും തമ്മിലാണ് ഇതിനെ പുഷ് ചെയ്യുന്നത് അല്ലേ. പുഷ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും പുഷ് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ബോണ്ട് ആംഗിൾ വീണ്ടും കുറയും. ബോണ്ട് ആംഗിൾ എത്രയാവും? 105 ഡിഗ്രി ആയിട്ട് മാറും. 107 വീണ്ടും കുറഞ്ഞ് 105 ഡിഗ്രി ആയിട്ട് മാറും.